വിജയന്റെ പരാതി നിയമപരമായി നേരിടുമെന്ന് ഷോൺ ജോർജ്. ഇതിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കാനില്ല. കാനഡയുമായി മുഖ്യമന്ത്രിക്ക് പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ടെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. 8ഓളം ചാരിറ്റി സംഘടനകളിൽ നിന്ന് എക്സാലോജിക്ക് പണം സ്വീകരിച്ചതായും ഷോൺ പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, വിശദാംശങ്ങൾ. അനു, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി രേഖകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷോൺ ജോർജ് പുറത്തുവിട്ടിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ എക്സാലോജിക്കിന്റെ കൂടി ഇടപാടുകൾ വ്യക്തമാക്കുന്ന വിവരങ്ങൾ ആണ് ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് പുറത്തുവിട്ടിരിക്കുന്നു. എക്സാലോജിക്ക് ഈ രേഖകൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ SFIOയ്ക്ക് കൈമാറിയതായും ഷോൺ ജോർജ് ഇന്ന് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കരിമണൽ ഡീലുകളെല്ലാം തന്നെ KSIDC ഇടപെട്ടിട്ടുണ്ട് എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് ഉയർത്തിയിട്ടുള്ളത്. 2019 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം ഖനനം നടത്താനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർദ്ദേശം, ഉത്തരവ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് പാലിക്കപ്പെട്ടില്ല. ഈ കരിമണൽ ഖനനത്തിൽ അതിനുള്ള അനുമതി നൽകിയതിൽ വലിയ തോതിലുള്ള ക്രമക്കേടും അഴിമതിയും നടന്നു എന്ന കാര്യമാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ക്യൂബിന് 30,000-ലധികം രൂപ വിലയുള്ളപ്പോൾ, അതായത് ഖനയടിക്ക് 30,000-ലധികം രൂപ ലഭിക്കുന്ന ഘട്ടത്തിലാണ് 464 രൂപയ്ക്ക് KMML കരാർ നൽകിയത്. ഈ KMML കരാർ നൽകിയത് ഇത്ര ചെറിയ തുകയ്ക്ക്, അതായത് ഈ 464 രൂപ പോലും നൽകാൻ KMML തയ്യാറായിരുന്നില്ല. കാരണം അതുപോലും നഷ്ടമാണ് എന്ന വാദമായിരുന്നു അവിടെ KMML ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അതിലടങ്ങിയിരിക്കുന്ന മുഴുവൻ ധാതു വിഭാഗങ്ങളുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രത്യേകമായി വേർതിരിച്ച് എടുത്ത് വിൽപ്പന നടത്തുന്നത് കൂടി പരിശോധിക്കുമ്പോൾ കോടാനുകോടികളുടെ ലാഭം കിട്ടുന്ന ഇടപാടിലായിരുന്നു ഇത്തരത്തിൽ വളരെ തുച്ഛമായ വിലയ്ക്ക്, അതായത് 464 രൂപയ്ക്ക്, ഏറ്റവും കുറഞ്ഞത് 30,000 രൂപ കിട്ടുന്നിടത്താണ് 464 രൂപയ്ക്ക് ഇടപാടുകൾ നടന്നത് എന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ CMRL എന്നും ആണ് എന്ന കാര്യവും ഷോൺ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ KMML കരാർ നൽകുമ്പോൾ അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളായി വരുന്നത് വിവാദ കരിമണൽ കമ്പനിയായ CMRL ആണ് എന്നതും രേഖകൾ വെച്ചുകൊണ്ട് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നു. ഇതുമായി അന്വേഷണം നടത്തുന്ന SFIO നിലവിൽ അന്വേഷണത്തിലാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ SFIയുടെ അന്വേഷണ പരിധിയിലാണ്. കർണാടക ഹൈക്കോടതിയുടെ കൂടി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വിപുലമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് കൂടുതൽ തെളിവുകൾ ഷോൺ ജോർജ് SFIക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. നഷ്ടത്തിലായിരുന്ന ഈ കമ്പനി CMRL ചുരുങ്ങിയ കാലം കൊണ്ടാണ് വലിയ ലാഭത്തിലേക്ക് മാറിയത്. അത് ഇത്തരത്തിൽ കുറഞ്ഞ തുകയുടെ ഖനന ഇടപാടുകളിലൂടെ ആണ് എന്ന കാര്യവും ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. KSIDCയെ തന്നെ ഒരു കൊള്ള സംഘമാക്കി മാറ്റിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് ഇവിടെ സർക്കാർ തലത്തിൽ തന്നെ നടന്നിട്ടുള്ളത് എന്ന കാര്യമാണ് പ്രധാനമായും ഷോൺ ജോർജിന്റെ ആരോപണങ്ങളിൽ ഒന്ന്. കരിമണൽ കൊള്ളയ്ക്കെല്ലാം ഇടനില നിന്നത് KSIDC ആണ്. അതിന്റെ ഒരു ഭാഗത്ത് എക്സാലോജിക് ഉണ്ടായിരുന്നു. വീണ വിജയന്റെ എക്സാലോജിക് ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് KSIDC. അങ്ങനെയായിരുന്നു ഈ ക്രമക്കേടുകളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്ന കാര്യവും അവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. 2017 നഷ്ടത്തിലായിരുന്ന CMRL, അതായത് വലിയ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പ് കൊത്തിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ സ്ഥാപനം 2020 ആയപ്പോഴേക്ക് കോടികളുടെ ലാഭത്തിലായത് ഇത്തരത്തിലുള്ള അനധികൃത ഇടപാടുകളിലൂടെയാണ്. വളരെ ചെറിയ തുകയ്ക്ക് ഖനനാനുമതികൾ നേടിയതിലൂടെയാണ് എന്ന കാര്യവും ഇവിടെ രേഖകളെ വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നു. അത്തരം തെളിവുകൾ SFIക്ക് കൈമാറിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടിയായിരിക്കും SFIയുടെ ചോദ്യം ചെയ്യലുകൾ പ്രധാനമായും നടക്കുക. മാസപ്പടിക്ക് അപ്പുറം വീണ വിജയന് 1,72,00,000 രൂപ CMRL മാസപ്പടിയായി നൽകിയെന്ന കേസിൽ അന്വേഷണം നടക്കുമ്പോൾ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അതിനേക്കാൾ വലിയ കൊള്ളയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യമാണ് ഇവിടെ BJP നേതാവ് ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യങ്ങൾ SFIക്ക് നൽകിയ വിപുലമായി തന്നെയുള്ള കൂടുതൽ രേഖകളിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതുകൂടി അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണം വേണമെന്ന കാര്യമാണ് പ്രധാനമായും ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു മാസപ്പടി മാത്രമായി ലഘൂകരിക്കരുത്. കോടാനുകോടികളുടെ അഴിമതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അത് സർക്കാർ തലത്തിലും വ്യവസായ വകുപ്പിന്റെ തലത്തിലും എല്ലാം തന്നെയുള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കരിമണൽ ഖനനം നടത്താൻ KMML അനുമതി നൽകിയതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2019 ശേഷം 40,000 കോടി രൂപയുടെ അഴിമതി നടന്നു. 2019 കാലയളവ് വരെ
അതുവരെ ഉണ്ടായിരുന്ന ഇടപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി അതിനുശേഷം നടന്നിട്ടുള്ള വലിയ ഇടപാടുകളിൽ 40,000 കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. അവിടെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഘനയടിയിലെ ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയും നിൽക്കുന്നത്. വ്യവസായ വകുപ്പ് ഈ അഴിമതികൾക്കെല്ലാം ഒത്താശ ചെയ്തു എന്ന കാര്യം കൂടി ഷോൺ ജോർജ് പറയുന്നുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനമാക്കി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഒരു 3 ഉദ്യോഗസ്ഥർ ഇതിലുണ്ടായിരുന്ന പിന്നീട് CMRLന്റെ ഡയറക്ടർമാരായി മാറിയ KSIDCയുടെ നോമിനി ഡയറക്ടർമാരായിരുന്ന CMRLലെ 3 നോമിനി ഡയറക്ടർമാരുന്ന ആളുകൾ പിന്നീട് 2004 റിട്ടയർ ചെയ്ത ശേഷം CMRLന്റെ ഡയറക്ടർമാരായി മാറിയിരിക്കുന്നു. അതിന്റെ ദുരൂഹത കൂടി പുറത്തു വരേണ്ടതുണ്ട്. അക്കാര്യങ്ങളിൽ കൂടി സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിലെല്ലാം വേണമെന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജിനെതിരെ വീണ വിജയൻ പരാതി നൽകിയിരുന്നു. ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കാനഡയിലടക്കമുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിലായിരുന്നു ഇത്തരത്തിൽ പരാതി നൽകിയത്. അത് കേസിനെ നിയമപരമായി നേരിടും. തന്റെ കൈവശമുള്ള തെളിവുകൾ മുൻനിർത്തി തന്നെയാണ് താൻ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിശദമായ കാര്യങ്ങൾ വിശദമാക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ പേരിൽ ജയിലിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമപരമായി അവസാനം വരെയും ഈ കേസിൽ പോരാടും എന്ന കാര്യം കൂടി ഷോൺ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. നിരവധി നിയമയുദ്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങാനിരിക്കുകയാണ്. കാനഡയിൽ മുഖ്യമന്ത്രിക്ക് പതിറ്റാണ്ടുകളുമായി കാനഡയുമായി ബന്ധമുണ്ട്. അവിടെ വ്യവസായ തലത്തിലുള്ള ബന്ധങ്ങളുണ്ട്. വേണ്ടപ്പെട്ട പലരും ഉള്ളത് കാനഡയിലാണ്. 8ഓളം ചാരിറ്റി സംഘടനകളിൽ നിന്ന് എക്സലോജിക്ക് പണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഷോൺ ജോർജ്. അങ്ങനെ അനുദിനം എക്സലോജിക്കിനെയും ഒപ്പം തന്നെ വീണ വിജയനെയും മുഖ്യമന്ത്രിയെയും എല്ലാം പ്രതിക്കൂട്ടിലാക്കുന്ന പുതിയ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രി നീങ്ങുന്നത്. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ തുകയ്ക്ക് ഖനനാനുമതി നൽകിയതിലടക്കമുള്ള കാര്യങ്ങളിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി വീണ വിജയനും എക്സലോജിക്കും മാറുന്നു. ഒപ്പം തന്നെ KSIDC കൂടി ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നു എന്ന ഒരു കാര്യം കൂടി പ്രത്യേകതയാണ്. കാരണം ഇതിന്റെ എല്ലാം ഇടനിലക്കാരായി നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് KSIDC ആണ് എന്ന് തെളിവുകൾ സഹിതം ഷോൺ ജോർജ് പറയുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ബാധ്യത കൂടി KSIDCയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അക്കാര്യം കൂടി വ്യക്തമാകുമ്പോൾ സ്വാഭാവികമായും വിവിധ വകുപ്പുകൾ, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു ഇടപാടിലേക്കും സാമ്പത്തിക ക്രമക്കേടിലേക്കും എല്ലാം തന്നെയാണ് ഈ ഒരു ഘട്ടങ്ങളിൽ വെളിച്ചം വീശുന്നത്. അനു, ശരി, ജിജീഷ് കർണാകരനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.